കോഴിക്കോട് തിരുവമ്പാടി പൊന്നാങ്കയത്ത് വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ എത്തിച്ചതെന്ന് സംശയിക്കുന്ന വസ്ത്രങ്ങൾ പിടികൂടി. ബി.ജെ.പി അനുഭാവിയായ കാനാട്ട് രഘുലാലിന്റെ വീട്ടിൽ സൂക്ഷിച്ച വസ്ത്രങ്ങളാണ് ഇലക്ഷൻ സ്ക്വാഡ് പിടികൂടിയത്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ഇത് സാധാരണഗതിയിൽ നടത്തിയ ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിലാണോ ഇത് കണ്ടെത്തുന്നത്, അതല്ല ഏതെങ്കിലും തരത്തിൽ ഇത് വിതരണം ചെയ്തതായോ അല്ലെങ്കിൽ എത്തിച്ചിരിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ പരിശോധന? കോഴിക്കോട് പൊന്നാങ്കയം സ്വദേശിയായ രഘുലാലിന്റെ വീട്ടിൽ കണ്ടെയ്നർ ലോറിയിൽ ഈ ബോക്സുകൾ എത്തിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് 5:30ഓടെയാണ് തിരുവമ്പാടി പോലീസിന് ഇത് സംബന്ധിച്ച വിവരം ലഭിക്കുന്നത്. തുടർന്ന് പോലീസാണ് ആദ്യഘട്ടത്തിൽ ഈ വീട്ടിലെത്തി പരിശോധന നടത്തിയത്. എന്നാൽ ഈ വീട്ടുടമസ്ഥനായ രഘുലാൽ കൂടുതൽ വിവരങ്ങൾ പറയാൻ തയ്യാറായില്ല. തന്റെ സുഹൃത്ത്, വയനാട്ടിൽ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന സുഹൃത്ത് ഈ വീട്ടിലെത്തിച്ച ബോക്സുകളാണ്, അതിനപ്പുറത്തേക്ക് തനിക്ക് മറ്റു വിവരങ്ങൾ അറിയില്ല എന്നാണ് പോലീസിനോട് പറഞ്ഞത്. പോലീസാണ് ഇലക്ഷൻ സ്ക്വാഡിന് ഈ വിവരങ്ങൾ നൽകിയത്. ഇലക്ഷൻ സ്ക്വാഡിനോടും കൂടുതൽ വിവരങ്ങൾ പറയാൻ ഇയാൾ തയ്യാറായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർന്നാണ് ഈ 7 ബോക്സുകൾ തുറന്ന് പരിശോധിക്കാൻ സ്ക്വാഡ് തയ്യാറായത്. 2 ബോക്സാണ് ഇതിനോടകം പരിശോധിച്ചിട്ടുള്ളത്. ഈ 2 ബോക്സിലും കാവി മുണ്ടുകളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്ഥലത്ത് LDF, UDF പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഈ ബോക്സുകൾ പൂർണ്ണമായും തുറന്ന് പരിശോധിക്കണമെന്നാണ് LDFന്റെയും UDFന്റെയും ആരോപണം. അതോടൊപ്പം ഈ പ്രദേശങ്ങളിൽ തിരുവമ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വ്യാപകമായി ഇത്തരത്തിൽ ചാക്കുകെട്ടുകൾ ഇറക്കിയതായും UDFും LDFും ആരോപിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്നലെയും ഇന്നുമായി വയനാട്ടിലെ വിവിധയിടങ്ങളിൽ കിറ്റ് ഉൾപ്പെടെ നൽകിയത് വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പൊന്നാങ്കയത്ത് നിന്നും ഇപ്പോൾ ഈ 7 ബോക്സുകൾ കണ്ടെത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും ഇലക്ഷൻ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഈ രഘുലാല് BJP പ്രവർത്തകനാണെന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗോകുൽ. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ മുറുക്കാൻ ഉൾപ്പെടെയുള്ള ഭക്ഷ്യക്കിറ്റ് തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ അത് 500 രൂപ നോട്ടുകൾ. ഇപ്പോൾ വീണ്ടും കോഴിക്കോട് വയനാട് മണ്ഡലത്തിൻ്റെ തന്നെ ഭാഗമായ പൊന്നാങ്കയത്ത് വസ്ത്രങ്ങൾ. അങ്ങനെ വോട്ടർമാരെ സ്വാധീനിക്കാൻ പല വഴികൾ തേടുന്നു. BJPക്കെതിരെയാണ് ഈ 3 ഇടങ്ങളിലും ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.